ഇന്ന് ഏതായാലും ഞാൻ ജനിച്ച ദിവസമല്ലേ, അപ്പൊ എന്തേലും ഒന്ന് ചെയ്യണ്ടേ. അപ്പൊ ഇന്ന് ചെറിയൊരു പരിപാടി, ബർത്ത്ഡേ ഒക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കല്ലേ ഇന്നത്തെ കാലത്ത്. പണ്ടത്തെ കാലത്തൊന്നുമില്ല, ഇന്ന് പിള്ളേരടക്കം വലിയവരടക്കം എല്ലാവരും ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ബർത്ത്ഡേക്ക് ചെറിയൊരു പരിപാടിയുണ്ട്, കാണാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാട്ടോ, ഞാനൊരു തൈ മേടിച്ചേ, ശർക്കരപ്പഴമെന്നാട്ടോ ഇതിന്റെ പേര്. അപ്പൊ ഇതിനെ അങ്ങ് നട്ടു കൊടുക്കാം. കാരണം നമ്മുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവത്തിനൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊന്ന് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മക്കൾക്കായി, അവരുടെ മക്കൾക്കായി, നമ്മൾ ഒരു മനുഷ്യന് ഇത്ര ആയുസുണ്ടല്ലോ, അത് കഴിയുമ്പോൾ നമ്മൾ എന്താണേലും പോകേണ്ടി വരില്ലേ. അപ്പം നമ്മളേണ്ട് കഴിയുന്ന നമ്മുടെ ഓർമ്മയ്ക്ക് എന്തേലും പിള്ളേർക്ക് കഴിക്കാനുള്ള സംഭവം ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ നമുക്ക് ഇതിനെ അങ്ങ് നട്ടു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇങ്ങോട്ട് തന്നെ നമുക്കൊരു കുഴി അങ്ങ് കുത്തിയേക്കാം. ഇത് നമ്മുടെ പഴയ വീടിന്റെ മിറ്റാട്ടോ. അപ്പൊ നല്ല എടുത്തിട്ട മണ്ണാ പണ്ടത്തെ. നമ്മുടെ കുഴി റെഡിയായി. കുറച്ച് ആട്ടും കാഷ്ടം അടിയിലോട്ട് ഇട്ട് കൊടുക്കാം. ശകലം മണ്ണതിലോട്ട് ഇട്ടിട്ട് നമ്മുടെ തൈനെ എടുത്തു വെക്കാം നമുക്ക്. ഇത് ബഡ് തൈ ഒന്നും അല്ല കേട്ടോ, ലെയറിങ് ആണേ. മണ്ണ് ചിലപ്പോൾ മഴ നനഞ്ഞിരിക്കുന്ന തൈ ആയതുകൊണ്ട് ലൂസാണ്. അപ്പം ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കവർ എടുത്തോളാം അവിടുന്ന്, അല്ലെങ്കിൽ എല്ലാം കൂടി ഇളകിപ്പോയാൽ പ്രശ്നമാണ്. കണ്ടോ, ലൂസ് മണ്ണാതെ ഞാൻ പറഞ്ഞേ. അപ്പം നമ്മുടെ തൈനെ ഇങ്ങനെ വെച്ചിട്ട് ആട്ടും കാഷ്ടം വീണ്ടും അങ്ങ് ഇട്ട് കൊടുക്കാം. വേര് വരുമ്പോൾ ആ വളത്തിലോട്ട് വന്നാലേ ഇനി മണ്ണിടാം. നമുക്ക് ഈ മണ്ണ് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊരു 3 വർഷം കൊണ്ട് കായ്ക്കും എന്നാണ് അവർ പറഞ്ഞേ. നോക്കാം നമുക്ക്. ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. നമുക്ക് ഈ റബ്ബറും തെങ്ങും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും വെക്കാനുള്ള സ്ഥലമില്ല കേട്ടോ. കാരണം എരമ്പല്ലേ, പിടിക്കാൻ പാടാ. എന്നാലും നമ്മൾ അതും ഇതും ഒക്കെ ആയിട്ട് അതിൽ ഇലയെല്ലാം കൊണ്ടുപോയി വെക്കും. അപ്പൊ നമ്മുടെ നടലൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു കമ്പി കുത്തിയിട്ട് ഇനി ഒന്ന് പതുക്കെ ഇതിലോട്ട് കെട്ടിക്കൊടുക്കുക. എന്നാന്ന് വെച്ചാല് വളങ്ങി നിൽക്കാതെ നല്ല വൃത്തിയിലൊന്ന് ഉയർത്തി നിർത്തിയേക്കാം നമുക്ക്. ചെറുതായിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി, ഭയങ്കര കെട്ടൊന്നും വേണ്ട. വേര് പിടിച്ചതല്ലേ. ഇത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് അഴിച്ചു കളയൂ കേട്ടോ. ഞാൻ ഒരു 2 മാസമൊക്കെ ആകുമ്പോഴത്തേനും വേ. ഇനിയിപ്പോൾ നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇച്ചിരി ചപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. മണ്ണങ്ങ് ഉറയ്ക്കാതിരിക്കും. ഇത് ഈ വർഷത്തെ പുതുമയൊന്നും അല്ല കേട്ടോ. എല്ലാ വർഷവും ഞാനിങ്ങനെ ഓരോ തൈയൊക്കെ നടലുണ്ട്. പിള്ളേരുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഓരോ തൈ നടും. പിന്നെ സ്കൂളിൽ കൊടുത്തും വിടും, ഒരു തൈ കൊടുത്തും വിടും സ്കൂളിൽ ബർത്ത്ഡേക്ക്. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ കുറേ ഫ്രൂട്ട്സിന്റെ ചെടിയായി നമുക്കിപ്പോൾ. അയിലി എല്ലാം നട്ടു വെച്ചിട്ട് ഇനിയിപ്പോൾ ഇതും ആയി വരട്ടെ അല്ലേ. അപ്പൊ നമുക്ക് ഇതൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പൊ വേറൊരു വീഡിയോ കാണാം. ടാറ്റാ.